ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു KFC ഉണ്ടാക്കാം. അതിന് എന്താ പറയുക, നമ്മൾ KFC കഴിക്കണമെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓടി കടയിൽ പോയി വാങ്ങാനുള്ള സാഹചര്യമൊന്നും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 ചെറിയ പച്ചമുളക്. എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാം. അപ്പോൾ അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ കുരുമുളക് പൊടി അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. കുറച്ചൊരു 2-3 സ്പൂണിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇത് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് ഉള്ള ആവശ്യത്തിനുള്ള മതി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ എല്ലോട് കൂടിയുള്ളതാണ് എടുത്തേക്കുന്നത്. പിന്നെ ലെഗ് പീസ് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൂടെ വരഞ്ഞു വിട്ടിട്ടുണ്ട്. അതിലേക്ക് എരിവെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിത് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് ഇതിൻ്റെ ഉപ്പും എരിവും പുളിയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വയ്ക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമുക്കൊരു ഇതൊരു 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 കപ്പ് മൈദ. അതുപോലെ തന്നെ നമുക്കിതിലും 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലും അതുപോലെ തന്നെ 1 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. രണ്ടിലും ഒരുപോലെ തന്നെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇതിലേക്ക് വേണ്ടത് അല്പം മുളക് പൊടി ബാറ്ററിന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലും ഇട്ട് കൊടുക്കാം. രണ്ടിലും ഒരേ കറൻസി തന്നെ ഇടുന്നത് കേട്ടോ. അല്പം കുരുമുളകും ബാറ്ററിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബാറ്റർ റെഡി ആക്കുന്നതിൽ നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊടി മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് ഈ ഒരു കണ്ടൻസിയിലിരിക്കണം. എന്നിട്ട് നമുക്കിനി ഇത് നമ്മൾ ചിക്കൻ
എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് പൊടിയിലും കൂടെ ഒന്ന് മുക്കിയെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് പൊരിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളൊക്കെ നല്ല ഇതായിട്ട് വെന്ത് കിട്ടില്ല. നമുക്ക് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിന് കെച്ചപ്പും മയണീസും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇതിന് സൈഡായിട്ട് കുബൂസ് കഴിക്കാം, അല്ലെങ്കിൽ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.